വെൽക്കം ടു ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്. നിങ്ങൾ കുറേ ദിവസങ്ങളായി ലോ ഓഫ് അട്രാക്ഷന്റെ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുന്നവരാണ്. നമ്മുടെ ആപ്പിലൂടെ എല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പുസ്തകം വായിക്കുകയും അതിലൂടെ എല്ലാതിൻ്റെ നിയമങ്ങളും തത്വങ്ങളും അതിൻ്റെ വിചാര തലങ്ങളെ പറ്റിയൊക്കെ വിശദമാക്കി കൃത്യമായി മനസ്സിലാക്കിയവരാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലിരിക്കുന്നവരും ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിൽ ഇരിക്കുന്നവരും മണി മാനിഫെസ്റ്റേഷനിൽ ഇരിക്കുന്നവരും ക്ലാസ് കോഴ്സ് എടുത്തവരൊക്കെ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്കുകൾ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ വിവിധ ക്ലാസ്സുകളിലായി പഠിപ്പിച്ചിട്ടുണ്ട്, ലൈവ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൽ കുറേ ടെക്നിക്കുകൾ ഉണ്ട്. പുസ്തകത്തിൽ തന്നെ 36ഓളം ടെക്നിക്കുകൾ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ബുക്കിനകത്തും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാലും നമ്മുടെ ഫലപ്രാപ്തി ഉണ്ടാകും. പക്ഷേ എന്തിനാണ് ഇത്രയും ടെക്നിക്കുകൾ എന്ന ചോദ്യം ഓരോ ആളുടെയും മാനസികാവസ്ഥ വ്യത്യസ്തമായതുകൊണ്ട് ഓരോ ആളുടെയും വിശ്വാസ രീതികൾ വ്യത്യസ്തമാകുമ്പോൾ വ്യത്യസ്തമായ ടെക്നിക്കൽ വ്യത്യസ്തമായ സമയത്ത് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നത് കൊണ്ടാണ് വ്യത്യസ്തമായ ഈ ആശയങ്ങൾ, ഐഡിയകൾ, ടെക്നിക്കുകൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ യഥാർത്ഥത്വം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ടെക്നിക്ക്, ഇതുവരെ നിങ്ങൾ ആരും അറിയാത്ത, പ്രാക്ടീസ് ചെയ്യാത്ത ഒരു പുതിയ ടെക്നിക്ക് തരാനാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾക്ക് എല്ലാ ടെക്നിക്കുകളിലെല്ലാം നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടാവും, കിട്ടുക തന്നെ ചെയ്യും പ്രാക്ടീസ് ചെയ്താൽ, അതിൽ യാതൊരു തർക്കവും ഇല്ല. പക്ഷെ ചിലപ്പോൾ അതിലൊന്നും കിട്ടാത്ത ഗുണം ഇതിൽ കിട്ടിയെന്ന് വരാം. അപ്പോ ഈ ഒരു ടെക്നിക്ക് ഇന്ന് ഞാനിത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസങ്ങളിലെ ഞാൻ ഇവിടെ പറയുണ്ടായി, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു പണത്തിന്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ പ്രായോഗികമായിട്ടും എവിടെ നിന്ന് കിട്ടും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നല്ലേ, എവിടെ നിന്ന് കിട്ടുമെന്നതൊക്കെ അന്വേഷിച്ച് ഞാൻ നടന്നു. പക്ഷേ എൻ്റെ വൈഫ്, ഞാൻ എപ്പോഴോ നമ്മളിവിടെ പറഞ്ഞു വെച്ച ചില സമയത്ത് ഞാൻ ഈ ഇങ്ങനെ നമ്പർ ഐഡിയകളൊക്കെ പറയുമ്പോൾ വൈഫിന് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ വൈഫ് പോയിട്ട് അവക്കും ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പൈസ എനിക്ക് കിട്ടിയാൽ അവക്കും ഒരു ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് വൈഫ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് വേണ്ടി ചെയ്തു വെച്ചു. കാര്യം നമ്മൾ വിചാരിച്ച ദിവസം വിചാരിച്ചതിനേക്കാളും കൂടുതൽ പണം എൻ്റെ അക്കൗണ്ടിൽ വരികയും ഞാനത് എന്താണ് ആവശ്യത്തിന് ഉപയോഗിച്ച് തിരിച്ച് വൈകിട്ട് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഞാനൊരു സൂത്രം കാണിച്ചു തരട്ടെ എന്ന് വെച്ചു. അത് കാശെല്ലാം കിട്ടിയോന്ന് വെച്ചു. ഞാൻ കിട്ടി, കൊടുക്കേണ്ട എല്ലാം അതിന് നാട്ടിലേക്ക് അയക്കാനുണ്ട്, അതൊക്കെ അയച്ചോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാം അയച്ചല്ലോ, കൃത്യമായിട്ട് എനിക്കുള്ളത് അയച്ചോ, നിനക്കുള്ളത് അയച്ചല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഞാനൊരു സൂത്രം പറയട്ടെ എന്ന് വെച്ചു. അതെന്താ സൂത്രം? നിങ്ങളുടെ ഫോൺ ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഫോണിന്റെ കവർ ഊരിയപ്പോൾ പുള്ളി അതിനകത്ത് ഒരു സൂത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടിരുന്നു, ഇത് എവിടുന്നാണ് ഈ കാശ് വരുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ചില ഇൻവോയ്സ് കൊടുത്തിട്ട് കാലങ്ങളായിട്ട് കിട്ടാത്ത പേയ്മെന്റ് ഒക്കെ എവിടുന്ന് വരുന്നതല്ല അറിയാം, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്ത് നിന്നൊക്കെയുള്ള പേയ്മെന്റുകളാവുന്നത്. അതും പേയ്മെന്റ് വന്ന ഏറ്റവും വെച്ചാല് ഇവിടെ എന്താണോ വൈഫ് എഴുതി വെച്ചത് അതിൻ്റെക്കാളും കുറച്ച് കൂടുതൽ, ആവശ്യം കഴിഞ്ഞിട്ട് കുറച്ച് മിച്ചം വരുന്ന രീതിയിലുള്ള അത്രയും കൃത്യമായ തുക വന്നു എന്നുള്ളതാണ്. അപ്പൊ വന്നതൊക്കെ നമ്മൾ സാധനം മെറ്റീരിയൽ കൊടുത്തിട്ടും ബില്ല് പേയ്മെന്റ് ചെയ്യാനുള്ളതൊക്കെയാണ്, അത് അല്ലാതൊന്നുമല്ല. പക്ഷെ അത് നമ്മൾ വിചാരിച്ച സമയത്ത് വന്നു എന്ന് പറയുന്നത് നമ്മുടെ കാര്യം ഗുണകരമായി മാറി എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ എനിക്കൊന്ന് ഞാനത് അനുഭവിച്ചു എങ്കിൽ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാം എന്നുള്ള ഒറ്റ കാര്യത്തിലാണ് വന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് താങ്ക് യു എന്ന് ടൈപ്പ് ചെയ്തോളൂ, മറക്കണ്ട. കാരണം ഇത് കിട്ടുന്നത് വളരെ ഉപയോഗമാണ്. ഇതിപ്പോ രാജ് സാർ ഇന്ന് തന്നെ ഇപ്പൊ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് എത്ര ആ സമയത്ത് അത് ആ സാധനം എത്രയാണോ എമൗണ്ട് മനസ്സിൽ വെച്ച് എഴുതിക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പൊ എന്താണെന്നുള്ള ക്വിക്കായി പറഞ്ഞുതരാം. ഈ ക്ലാസ് വളരെ സമയം എടുക്കുന്നില്ല, കാരണം നമ്മൾ 2020 മെഡിറ്റേഷൻ പോകാറുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതുപോലെ ഇത് ഞാൻ പബ്ലിക്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പോകുന്നു, കാരണം അത്രയും റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. സ്നേഹപൂർവ്വം നിൽക്കുക. ഇതുപോലെ കുറേ ടെക്നിക്കുകൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളിലും മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് താമസിയാതെ നിങ്ങൾക്കെല്ലാം യൂട്യൂബിൽ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്തെടുക്കാമെന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ പബ്ലിക്കിൽ കൊടുക്കാൻ പോവാണ് ക്ലാസ്. എല്ലാവരും ഓക്കെ അല്ലേ? നിങ്ങളെ പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്, ഞാൻ പബ്ലിക്കിൽ കൊടുക്കട്ടെ വിത്ത് യുവർ ഓൾ പെർമിഷൻ? ഓക്കെ ആണല്ലോ? എല്ലാവരും ഓക്കെ പറഞ്ഞ്? ഓക്കെ ആയിരിക്കണം. നമ്മളെപ്പോഴും ലിബറൽ ആയിരിക്കണം. നമുക്ക് കിട്ടും അല്ലെ? ദൈവത്തിനും സാത്താനും പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും കൊടുത്താൽ നമുക്ക് ഒരു കണ്ടീഷൻ വേണ്ട. നമുക്ക് വരുന്നത് മഞ്ജു ഇപ്പൊ എടുത്ത് നിൽക്കുന്നുണ്ട്, നാളെ രാവിലേക്കുള്ള കാശ് മഞ്ജു ഇപ്പൊ എഴുതി വെക്കും. അതാണ് പരിപാടി. അതായത് സാറ് കാശിന് കാശ് എഴുതിക്കോ, അല്ലെങ്കിൽ ജോലി എഴുതിക്കോ, എങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോളൂ. സോ ഇത്രയേ പരിപാടിയുള്ളൂ, കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ഇതുപോലെ യെല്ലോ കട്ട് പേപ്പറാണ്, നമ്മുടെ സ്റ്റിക്കി പേപ്പറാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റിക്കി പേപ്പർ അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം.
പക്ഷേ കട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യെല്ലോ കളർ പേപ്പർ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. യെല്ലോ കളറിലെ പേപ്പർ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിരുന്നത്. പേപ്പർ എടുത്ത് അതിനകത്ത് നിങ്ങൾ മനസ്സിൽ കൃത്യമായി മനസ്സ് ഭയങ്കര ശാന്തമാക്കുക. മനസ്സിൽ ഒരു തരത്തിലുള്ള പ്രക്ഷുബ്ധതയും പാടില്ല. ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ പ്രാർത്ഥന കഴിയുമ്പോഴോ ആ സമയത്ത് മനസ്സ് സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ആവശ്യം, എത്രയാണ് നിങ്ങൾക്ക് തുക, എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു തുക എത്രയാണെന്ന് ആദ്യം മനസ്സിൽ കരുതുക. എവിടെന്ന് എന്ത് എങ്ങനെ ഒന്നും നിങ്ങളുടെ വിഷയമല്ല. എനിക്ക് ഇത്ര തുക ഇന്ന സമയത്ത് വേണം എന്ന് ഡേറ്റ് മനസ്സിലാക്കി കൃത്യമായി മനസ്സിൽ വെച്ചുകൊണ്ട് തുക എഴുതി, തുക മനസ്സിൽ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ആ തുക ഈ യെല്ലോ കളർ പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെക്കുക, തുക എഴുതി വെക്കുക. ഏത് എത്രയാണോ തുക നിങ്ങൾ അതാത് കറൻസി, ഡോളറിൽ എഴുതുന്ന ഡോളർ, ദിറംസിൽ എഴുതുന്ന ദിറംസിൽ, റുപ്പീസിൽ എഴുതുന്ന റുപ്പീസിൽ കൃത്യമായി ആ തുക എഴുതി വെക്കാം. വെട്ടുതിരുത്തലുകൾ ഒരു കാരണവശാലും പാടില്ല. ഒരു വരയിൽ പോലും തെറ്റ് വരാൻ പാടില്ല. നിങ്ങൾ 1.5 ലക്ഷം രൂപ എന്ന് എഴുതുന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം എഴുതുമ്പോൾ ഒരു തെറ്റ് വരാൻ പാടില്ല. അക്ഷരത്തെറ്റുകൾ ഒന്നും വരാൻ പാടില്ല. അക്ഷരത്തെറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ അല്ലെ 1.5 എഴുതുമ്പോൾ ഒക്കെ 1 പൂജ്യം ഇടണോ 2 പൂജ്യം ഇങ്ങനെയൊന്നും പാടില്ല. കൃത്യമായി എഴുതണം. ആദ്യം ഡേറ്റ് എഴുതുക, ഇന്ന ഡേറ്റ്, തുക എഴുതുക. കൃത്യമായല്ലോ, മനസ്സിലായല്ലോ? കൂടുതൽ സമയം എടുക്കണ്ട, വളരെ ലളിതമായി പറഞ്ഞു. ഇനി എന്നിട്ട് നിങ്ങൾ അതിന് താഴെ ഒരു നമ്പർ എഴുതി വെക്കുക. ഈ നമ്പർ ഒരു കോളം വരച്ചിട്ട് അതേ റൗണ്ട് ചെയ്യണം. നമ്പർ എഴുതിയിട്ട് ആ നമ്പറിന് ചുറ്റും റൗണ്ട് ചെയ്യണം. അപ്പൊ നമ്പർ എഴുതിയിട്ട് റൗണ്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വരച്ച റൗണ്ടിനകത്ത് എഴുതി ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ എന്നിട്ട് നമ്പർ ഇതാണ്, എഴുതി വെച്ചോളൂ. നമ്പർ 367868 367868. ഇത് കൃത്യമായി എഴുതി വെക്കുക. ഡേറ്റ് ആദ്യം ഞാൻ പറഞ്ഞു, ഡേറ്റ് എഴുതണം. എന്നിട്ട് അതിന് താഴെ ഈ എമൗണ്ട് എഴുതുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഡേറ്റ് എഴുതണം. ഡേറ്റ് എഴുതി എത്ര തുകയാണ് ആവശ്യമെന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഏത് കറൻസിയാണോ അതാത് കറൻസി, നിങ്ങളുടെ മനസ്സിലുള്ള കറൻസി, ഒരു വെട്ടുതിരുത്തുകൾ പാടില്ല. എന്നിട്ട് അതിന് താഴെ 367868 എന്ന നമ്പർ എഴുതി റൗണ്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് ഇത് കാണുക. ഞാൻ എഴുതിയത് ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഡേറ്റ് മോഡിൽ താഴെ നമ്പർ താഴെ പിന്നെയാണ് ദിറംസ് എഴുതിയത്. ഇതാണ് ഞാനല്ല, വൈഫ് എഴുതി വെച്ച നമ്പർ. ഇത് കൃത്യമായി എന്നിട്ട് അതിന് നിങ്ങൾ ഫോൾഡ് ചെയ്യുക. കൃത്യമായി ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു സാധനം ഏതാണോ അതിന്റെ കൂടെ വെക്കുക. പോക്കറ്റിൽ വെക്കുന്നവർക്ക് പോക്കറ്റിൽ വെക്കാം. ഫോണിന്റെ പിറകിൽ വെക്കുന്നുണ്ടെങ്കിൽ ഫോണിന്റെ കവറിന്റെ ഇല്ല, ഫോൺ കറൻസി നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. എഴുതി വെച്ചാലും ഓക്കെ, നോ പ്രോബ്ലം, എഴുതിക്കോളൂ. കറൻസി എഴുതിയാലും ഒന്നുമില്ല. ഫോണിന്റെ കവറിന്റെ പിറകിലാണെങ്കിൽ ഫോണിന്റെ കവറിന്റെ പിറകിൽ വെച്ച് കയ്യിൽ എപ്പോഴും കയ്യിൽ പോലെ ഫോൺ എപ്പോഴും കയ്യിലുണ്ടാവും അല്ലെ, കയ്യിൽ വെക്കുക. ഇല്ലെങ്കിൽ പേഴ്സിൽ വെക്കുക. ഫോൺ ഇല്ലാത്തവർ പേഴ്സിൽ വെക്കുക. പക്ഷെ ഇപ്പൊ എല്ലാവരും ഫോൺ ഉണ്ടല്ലോ, അതുകൊണ്ട് ഫോൺ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഫോൺ എപ്പോഴും കയ്യിലായിരിക്കുമല്ലോ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഇരിക്കുക, വേറെ ഒന്നും ആലോചിക്കേണ്ട. കണ്ണടച്ചിരുന്നോളൂ, പൈസ വന്നിരിക്കും. ഒരു ഡൗട്ട്, 1% ഡൗട്ട് ഉണ്ടായാൽ 1% സാധ്യതയും കുറപ്പും. മറ്റൊന്നും ആലോചിക്കേണ്ടല്ല. ഇതെനിക്ക് ഈ എമൗണ്ട് ആണോ പോസിബിൾ, ആ എമൗണ്ട് ആണോ എനിക്ക്, ഇങ്ങനെയൊന്നും വേണ്ട. ഏത് പെന്നോട് എഴുതേണ്ടത്? യെല്ലോ കളർ പെന്ന, ബ്ലൂ കളർ പെന്നാന്ന് പറഞ്ഞു. ബ്ലൂവോ ഗ്രീനോ ഉപയോഗിച്ചോളൂ, മറ്റു പെന്നോട് ഉപയോഗിക്കരുത്. യെല്ലോ കളർ പേപ്പർ കിട്ടിയാൽ അഭികാമ്യം. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വൈറ്റിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി പെന്ന് കിട്ടിയില്ലെങ്കിൽ പെൻസിൽ എഴുതുമെന്ന് ചോദിച്ചാൽ ഞാനത് മറുപടി പറയില്ല. ഒരു പെന്ന് കിട്ടാത്തവർ ഈ പരിപാടിക്ക് നിൽക്കണ്ട എന്ന് എളുപ്പത്തിൽ പറയല്ലേ. കാരണം അത്രയും വേണ്ടല്ലോ, വളരെ അങ്ങനെ വേണ്ട, അത്രയെങ്കിലും ഇരിക്കട്ടെ. കുറച്ച് പണിയെടുക്കണ്ടേ അല്ലേ, ബാക്കി ഇത് വെറുതെ കിട്ടുന്ന ആവശ്യമല്ലേ. അപ്പോ സർ, don't ask me such a question, sir. What date should I write? This is for you, no, sir. How can I answer that? ഞാൻ പറഞ്ഞില്ലേ, ഡൗട്ട് ഉണ്ടാവരുത്. ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ വർക്കാവില്ല. ആ ഡൗട്ടേ ഇല്ല. ജസ്റ്റ് ഗീവ് ഇൻ അൺകണ്ടീഷണൽ ദാറ്റ് വൺ, അൺകണ്ടീഷണലി ദിസ് വൺ. നോ, ദാറ്റ് ഈസ് വെരി ക്ലിയർലി. ഡോണ്ട് മേക്ക് എനി കൺഫ്യൂഷൻ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഏത് ഡേറ്റ് ആയിക്കോട്ടെ, ആ സമയത്ത് നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇത്ര എഴുതി തയ്യാറാക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ലഭിക്കും എന്നുള്ളത് യാതൊരു തർക്കമില്ല. 100% വിശ്വാസപൂർവ്വം ചെയ്യൂ. വിശ്വാസപൂർവ്വം ധനം ലഭിക്കട്ടെ. എന്നിട്ട് അടുത്ത ലോ ഓഫ്, ഇപ്പോൾ നിങ്ങൾ നോർമൽ ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ ഹിപ്നോസിസ് ചേർന്നോളൂ. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ ആ കാശ് കൊണ്ട് നിങ്ങൾ
മണി മാനിഫെസ്റ്റ് ചേർന്നോളൂ, ഇല്ലെങ്കിൽ എൻ്റെ എല്ലാ കോഴ്സുകളും എടുത്തോളൂ. അങ്ങനെ ആ മണി എന്നിലേക്കും കുറച്ച് വരട്ടെ എന്ന് മാത്രം. അല്ലെ, ഞാനും എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, അങ്ങനെയാണ്. അപ്പോ കൃത്യമായി വരട്ടെ. ശരി. ഒറ്റ ടൈം മതിയല്ലോ, ഒരൊറ്റ ടൈം. അത് കഴിഞ്ഞാൽ വീണ്ടും എഴുതിക്കോളൂ. ആ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എഴുതാമല്ലോ. അപ്പോൾ ഷോർട്ട് ടൈമിൽ എഴുതി വെക്കുക, ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ എന്നുള്ള ഡേറ്റിൽ എഴുതി വെക്കുക. എന്നിട്ട് അടുത്ത, പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് എഴുതാം അല്ലെ. ലോങ് ടൈമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുമോ കിട്ടില്ല നമുക്ക് അറിയില്ല. അതുകൊണ്ട് അടുത്ത വർഷം കിട്ടുന്നതിനെ പറ്റി ഇപ്പൊ എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇമ്പോർട്ടന്റ് എമർജൻസി ആയിട്ട് വേണ്ട കാര്യം മാത്രം എഴുതി വെക്കുക. ഇത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ പഠിപ്പിക്കാനുള്ളത്. ബാക്കി ഡിസ്കഷൻസ് ഇന്നില്ല. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. 2020 മെഡിറ്റേഷനിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. ലിങ്ക് നിങ്ങൾക്ക് അതിനകത്തുള്ളവർക്ക് ലിങ്ക് ഇപ്പോൾ ഓൾറെഡി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ആൾ. താങ്ക് യു വെരി മച്ച്. പോട്ടെ.